വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. വിഷ്ണുമായ ചാത്തനെ പോലെ തന്നെ അതേ ശക്തി ചൈതന്യത്തിലുള്ളതാണ് കരിങ്കുട്ടി. ഒരുപാട് ആളുകൾ കരിങ്കുട്ടീനെ വെച്ച് പൂജിക്കുന്നവരുണ്ട്. കരിങ്കുട്ടി മെയിൻ ക്ഷേത്രമായിട്ട് ആചരിക്കുന്നവരുണ്ട്. കരിങ്കുട്ടിനെ സ്ഥലദേവതയായിട്ട് ആചരിക്കുന്നവരുണ്ട്. ഉപാസന കഴിഞ്ഞു കൊണ്ടുവന്ന് കല്ലടിക്കോടൊക്കെ പോയി ഉപാസന കഴിഞ്ഞു കൊണ്ടുവന്ന് ആ കരിങ്കുട്ടിയുടെ ശക്തിയിൽ മഷിനോട്ടം നടത്തിയിരുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെയാണ് ശക്തമായിരിക്കുന്നതായ ആ മൂർത്തിയുടെയും മലബാർ മൂർത്തിയുടെ ഇവരൊക്കെ പ്രത്യേകിച്ച് കരിങ്കുട്ടീനെ പൂജിച്ചുകൊണ്ട് തന്നെ 6 മായത്തിൽ 100 മായം 100 മായത്തിൽ 6 മായം തിരിഞ്ഞ് ഒടി പ്രവർത്തികൾ ചെയ്യുന്നതിനും കരിങ്കുട്ടി വൻ ശക്തിയായിട്ട് തന്നെ നിന്നിരുന്നത്. അത് സ്നേഹിച്ചാൽ സ്നേഹിക്കാനും അല്ല എതിർത്താൽ അതേ പ്രകാരം തന്നെ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നല്ല കർമ്മികളുടെ അടുത്ത്, മാനസികമായിട്ട് നല്ല അവസ്ഥയിലിരിക്കുന്ന കർമ്മികളുടെ അടുത്ത് ആണ് കരിങ്കുട്ടി ഇരിക്കുന്നത് വെച്ചെങ്കിൽ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ അവിടെ ഇരിക്കും. ഒരാൾ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ കുറച്ച് വിമിഷ്ടമുള്ള ആളാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യിക്കണം, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ധാർഷ്ട്യത്തോടു കൂടി മനസ്സിലാക്കി നീങ്ങുന്ന ആളുകളൊക്കെ കാണിച്ചെങ്കിൽ അവിടെ ഇരിക്കുന്ന കരിങ്കുട്ടി അദ്ദേഹം ഉപദ്രവകാരി തന്നെയായിരിക്കും. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത് വെച്ചെങ്കിൽ അത് നടത്തി കൊടുക്കും. അതൊരാളെ കൊല്ലാനായാലും ശരി, നശിപ്പിക്കാനായാലും ശരി, കൈകാല് തളർത്താനോ ഭ്രാന്താക്കാനോ ഏത് രൂപത്തിലായാലും. അപ്പം ഏത് ദേവതകളായാലും ശരി, ആ ഉപാസിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന കർമ്മിയുടെ മനസ്സ് പോലെ ഇരിക്കും. കാരണം അദ്ദേഹം ദൈവം എന്ന് പറഞ്ഞ എല്ലാവരും നല്ലത് വരുത്താൻ ആഗ്രഹമുള്ളൂ, നല്ലതേ ചെയ്യുള്ളൂ, നല്ലതേ വരുത്തുള്ളൂ. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ, കാരണം അദ്ദേഹം പഠിച്ച് സേവിച്ചു വന്നിട്ടുള്ളതാ, അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ധാർഷ്ട്യമുണ്ട് അദ്ദേഹത്തിന്. ആർക്കാണ്? ആ കർമ്മികൾക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ കാര്യമാണ്, എനിക്ക് നടത്തി തരണം, എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും കൃത്യമായിട്ട് കോഴീനെ വെട്ടിട്ടോ ആടിനെ വെട്ടിട്ടോ, അല്ലെങ്കിൽ ചിലവരൊക്കെ നേരത്തെ മനുഷ്യനെ ബലി കൊടുത്തിരുന്നു എന്ന് പറയണത്. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് നിവൃത്തിയില്ല പോവാതിരിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. അപ്പം ഈ കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ശക്തി തന്നെ പവർഫുള്ളാണ് ഇപ്പോഴും. അപ്പം കുടുംബദേവതയായിട്ടും മാന്ത്രിക മൂർത്തിയായിട്ടും സ്ഥലദേവതയായിട്ടും സംരക്ഷകനായിട്ടൊക്കെ കരിങ്കുട്ടീനെ വെച്ച് ആരാധിച്ചു വരുന്നുണ്ട്. അപ്പം ഈ കരിങ്കുട്ടി എന്ന് പറയുമ്പോൾ കരിങ്കുട്ടിയുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ പരമശിവനാ. അമ്മ ആരാ? പാർവതിയുടെ ഒരു അവതാര രൂപമായിരിക്കുന്ന കല്ലടിക്കോട് കരിനീലി എന്ന് പറയുന്ന അമ്മയുടെ മകനാണ് കരിങ്കുട്ടി. പലർക്കും ഇങ്ങനെ പറയാനല്ല ഇഷ്ടം, അത് കൂളിവാകയുടെ മകനാണ് കരിങ്കുട്ടി എന്ന് പറയാനാണ് പലർക്കും ഇഷ്ടം. കൂളിവാകയുടെ മകൻ വിഷ്ണുമായ, അതും കൂളിവാക ഒരു ചെറുമിപ്പെണ്ണ് അല്ലെങ്കിൽ പുലൈപ്പെണ്ണ് ആ കാട്ടിൽ നിൽക്കുമ്പോൾ ശിവൻ അതിൽ പോകുന്ന സമയത്താണ് കാണുന്നതും അദ്ദേഹത്തിൻ്റെ ആവശ്യം അറിയിക്കുന്നതും. അങ്ങനെ ആ കൂളിവാക എന്ന് പറയുന്ന ആ അമ്മ, ആ കാട്ടുവാസിയായ അമ്മ ശ്രീ പാർവതീനെ പ്രാർത്ഥിച്ച്, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പാർവതിയിൽ നിന്നാണ് പിന്നെ കൂളിവാകയുടെ കൂളിവാകയായിട്ട്, അതായത് കൂളിവാകയുടെ വേഷം ധരിച്ചിട്ട് ശ്രീ പാർവതി തന്നെയായിരുന്നു അവിടെ നിന്നിരുന്നത്. അതാണ് വിഷ്ണുമായുടെ അമ്മ. അതിനെയാണ് കരിങ്കുട്ടി എന്നും പറയുന്നത്. അല്ല, കരിങ്കുട്ടിയുടെ അമ്മ കരിനീലി അമ്മയാ, കല്ലടിക്കോട് കരിനീലി. അപ്പോ പരമശിവൻ ഈ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട് അവൻ തപസ് ചെയ്തു. ആ തപസ്സിൽ അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത്, കാട്ടാളനായിട്ട് പോകുന്ന സമയത്ത്, ഈ അമ്പും വില്ലൊക്കെ ഉണ്ട്, ചന്ദ്രക്കലയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കാട്ടാള വേഷത്തോടു കൂടി പോകുന്നതെന്ന് പറയണത്. അതും ഭാണ്ഡമുണ്ട്, അതായത് നായാടി സ്വരൂപമായിട്ട്, നായാടി അങ്ങനെയുള്ള സ്വരൂപമായിട്ടാണ് പോകുന്നത് ശിവൻ. അപ്പോഴാണ് ഈ കരിനീലി എന്ന് പറയുന്ന അമ്മേനെ, ആ ദേവതേനെ കാണുന്നതും അതിൻ്റെ കൂടുതൽ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും അമ്മ കല്ലടിക്കോട് കരിനീലി തന്നെയാണ്. ആ അമ്മയ്ക്ക് പറഞ്ഞ മകനാണ് കരിങ്കുട്ടി. ആ കരിങ്കുട്ടി എവിടെ ഇരുന്നാലും, എന്ത് വേലയ്ക്ക് ഇറങ്ങിയാലും, ഏത് ജോലിക്ക് പോയാലും, ആര് ഉപാസിച്ചാലും
മലബാരത്തമ്മയുടെ സഹായം അവർക്കുണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മോൻ എന്നുള്ള ഒരു പ്രത്യേക ഒരു സ്നേഹ. അതുകൊണ്ട് തന്നെ കരിങ്കുട്ടീനെ ഉപാസിക്കുന്നവർക്ക് അവരുടെ ഈ അമ്മയുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരിക്കും. ചിലവരൊക്കെ തന്നെ കരിങ്കുട്ടീനെ ആചരിക്കുന്നുണ്ട്, മലവായിനെ ആചരിക്കുന്നുണ്ട്, ചാത്തനെ വേറെ ആചരിക്കുന്നുണ്ട്, പറക്കുട്ടീനെ വേറെ ആചരിക്കുന്നുണ്ട്. ഈ കരിങ്കുട്ടിക്കാണെങ്കിൽ വാഹനം ചെമ്പൻ പോത്തിന് ചുമലേറി. പോത്താണ്, പോത്തിന് പല പേരുകളും പറയുന്നുണ്ട്. ഇതിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ ഈ കരിങ്കുട്ടിക്ക് കാളയാണ് എന്നുള്ളത്, വെള്ളക്കാളയാണ് എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ആ വെള്ളക്കാള പുറത്തു വരുന്നത് കരിനീലിയമ്മയാ, കല്ലടിക്കോട് കരിനീലിയ. അദ്ദേഹത്തിന് കൊടുത്ത വരത്തിന്റെ അതിലത്തെ ഒരു ഭാഗമാണ് ആ കാളേനെ തിരുനണ്ണം കൊടുക്കുന്നത്. ആ കല്ലടിക്കോട് കരിനീലിയമ്മയ്ക്കും അതേപോലെ തന്നെ നേരാങ്ങളൊക്കെ ആയിട്ടാണ് വീരപ്പൻ ചെട്ടി ആണ് മറ്റേ വെള്ളക്കാളനെ തിരുനണ്ണം കൊടുക്കുന്ന അമ്മയ്ക്ക് വഴിപാടായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കാളയുള്ളത് പിന്നെ പരമശിവനെയാ. അപ്പൊ ഈ കരിങ്കുട്ടിക്ക് പോത്താണ് വാഹനം. അദ്ദേഹത്തിന്റെ ആയുധം എന്താന്ന് പറഞ്ഞാൽ ചൂരലാണ് കൈ പിടിക്കുക. അത് പല കുടുംബങ്ങളിലും ഈ ചൂരലിലെ ഈ ഇരുമ്പോണ്ടുണ്ടാക്കിയിട്ട് മുടിയങ്കോല്, അത് സാധാരണ നീറോലി വടി അല്ലെങ്കിൽ എടലവടി ഇതുകൊണ്ടൊക്കെയാണ് മുടിയങ്കോല് ഉണ്ടാക്കുക. കാഞ്ഞിരത്തിൻ്റെ ഉണ്ടാകുമ്പോൾ ശരി, അത് ചിറ്റ് കെട്ടാൻ പറ്റില്ല. അതിൻ്റെ കടക്കലുണ്ടാകുന്ന ചിറ്റിയിട്ട് കമ്പി കൊണ്ട് ചിറ്റ് പോലെ. അത് ഈ നീറോലി പറ്റും. അതേപോലെ തന്നെ എടലവടി എന്ന് പറയും, അത് ചൂടാക്കി അതിങ്ങനെ ചിറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ മുടിയങ്കോലാണ് ഭഗവാന് ഉള്ളത് കരിങ്കുട്ടിക്ക്. മധുപാത്രം ഒന്ന് ഇടത്ത കയ്യിലും. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം ഈ കരിങ്കുട്ടീനെ പലവരും ഉപാസിച്ച് വന്നിട്ട് വളരെ ശക്തിയായിട്ടുള്ള ഒരു ചൈതന്യത്തോടു കൂടി ആ കുടുംബം 4-ാം മേടം ഇരിക്കുന്ന ദേശം വരെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെ നന്നാക്കി തരും. അവിടെയും ഒന്നാണ് കാര്യം, ഇവിടെ കൊണ്ടുവച്ചിട്ട് വെറുതിരുന്ന പോലെ അദ്ദേഹത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യണം. അദ്ദേഹത്തിനും ദുരിതങ്ങൾ ദുരിതങ്ങൾ തീർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുക. അത് നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുക. നിത്യം 2 നേരം പ്രസാദം വയ്ക്കുന്നവരുണ്ട്, നിവേദ്യം വയ്ക്കുന്നവരുണ്ട്. അല്ല, ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നിവേദ്യം വയ്ക്കുന്നവരുണ്ട്. മാസത്തിലൊരിക്കൽ ചിറ്റുവിളക്ക് പായസം വെച്ച് നേദിച്ച് ചിറ്റുവിളക്ക് കഴിക്കുന്നവരുണ്ട്, എല്ലാവരും ചേർന്നിട്ട് കരിങ്കുട്ടിക്ക്. ഇനി അതും കഴിഞ്ഞാൽ ഉത്തമത്തിലുള്ള കർമാകാര്യാദികൾ കഴിഞ്ഞാൽ മധ്യമത്തിലുള്ള കർമ്മം കരിങ്കുട്ടിക്ക് ആവശ്യം. കരിങ്കുട്ടിക്ക് ഉത്തമത്തിലുള്ള കർമ്മമൊന്നും വേണ്ട. പായസോ ഇളനീരോ അവല് നിവേദ്യം ഒന്നും വേണ്ട. അദ്ദേഹത്തിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മധ്യമകർമ്മ, അതായത് കവളാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ. അപ്പം അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അഥവാ ഉത്തമത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു വിചാരിക്കുക, എല്ലാവരും കൂടി ചെയ്തു, വളരെ സന്തോഷം. അത് കഴിഞ്ഞാലും മധ്യമകർമ്മമാണ് അദ്ദേഹത്തിന് ആവശ്യം. അതൊന്നാലും സന്ധ്യക്ക്, നട്ടുച്ചി കുഴപ്പമില്ല, സന്ധ്യക്കായാലും കുഴപ്പമില്ല. ആ സന്ധ്യാ സമയത്ത് അതിന് ഓരോ കാലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയണത്. അപ്പോൾ കരിങ്കുട്ടിക്ക് അതിനെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള തറയുണ്ടെങ്കിൽ ആ തറ വൃത്തിയാക്കി തുടച്ച് പൂക്കളൊക്കെ ഉണ്ട് വെച്ചാൽ, അതായത് കരിങ്കുട്ടി കർമ്മം ചെയ്തിട്ടോ ഇരിക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞു ഉത്തമത്തിലുള്ള കർമ്മം ചെയ്തിട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കിയിട്ട് അവിടെ ഉമിക്കരി ഇട്ടിട്ട് ഏകദേശം ഒരു 1.5-2 അടിക്കുള്ള വീതി നീളത്തിൽ സമചതുരത്തിൽ അത്രയും വരാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ സ്വല്പം കയറ്റിടാം അരിപ്പൊടി ഉമിക്കരി. ആ ഉമിക്കരി കൊണ്ട് ആകാനെ പരത്തി, കനം കുറഞ്ഞ് പരത്തിയിട്ട് അതിലാണ് ഭഗവാനുള്ള കളം വരയ്ക്കുക. കളം വളരെ ചെറുത് വരയ്ക്കാം, വലുത് വരയ്ക്കാം, എങ്ങനെയാണെങ്കിലും സ്ഥലത്തിൻ്റെ സൗകര്യം പോലെ, തറയുടെ വലിപ്പം പോലെ ഇരിക്കും. അപ്പോൾ 9 അടിക്കാണ് കരിങ്കുട്ടിക്ക് കളം കിട്ടുക, 9 അടിക്ക്. അപ്പോൾ 9 അടിക്ക് എന്ന് പറയുമ്പോൾ അടിക്കണക്ക് എന്ന് പറയുമ്പോൾ ഒരു അടി എന്ന് പറഞ്ഞാൽ വളരെയധികം ഉണ്ടാവും. അപ്പോൾ 9 അടി എന്ന് പറഞ്ഞാൽ വളരെ ദൂരം ഉണ്ടാവും. അപ്പോൾ അങ്ങനല്ല, 9 കള്ളി, 5 കള്ളി, 16 കള്ളി, 64 കള്ളി, ഇങ്ങനൊക്കെ കള്ളി ഇട്ടിട്ട് അങ്ങനെ കർമ്മം ചെയ്യണ തന്നെയാണ് ഈ അടി എന്ന് പറയുക. 9 അടിക്ക് അല്ലെങ്കിൽ 5 അടിക്ക് അല്ലെങ്കിൽ 16 അടിക്ക് അങ്ങനെയൊക്കെ. അപ്പം ഇവിടെ 16 അടിക്ക് ഭദ്രകാളിക്കും 9 അടിക്ക് ചാത്തനോ കരിങ്കുട്ടിക്കൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ കരിങ്കുട്ടിക്ക് കളം വരയ്ക്കുമ്പോൾ ആദ്യം ഉമിക്കരി കൊണ്ട് പരത്തും. അതിൻ്റെ മീതെയാണ് അരിപ്പൊടിയുണ്ട്. അതും അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പച്ചപ്പൊടിയാണ് ഇതിന് കളമിടാനായിട്ട് ഉത്തമം. ഏതൊരു കളത്തിനായാലും ഉത്തമം അതാണ്. പച്ചയ്ക്ക് പൊടിച്ചിട്ട് അത് ചൂടാക്കാതെ
വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളനനമൊന്ന് കുറയ്ക്കാം. ആ പൊടിയാണ് ജീവനുള്ള പൊടി. മറ്റത് വാങ്ങിക്കുന്ന പൊടി, പാക്കറ്റ് പൊടിയുണ്ട്, പുട്ടുപൊടിയുണ്ട്, അപ്പപ്പൊടിയുണ്ട്, അതൊക്കെ ചത്ത പൊടി എന്നാണ് പറയുക. എന്നാലും കാര്യങ്ങൾ നടത്താൻ ചിലപ്പോൾ അത് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഈ പച്ചപ്പൊടി അല്ല, ഈ വറുത്തിട്ടുള്ള പൊടിയായാലും കാര്യം നടത്താനായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പച്ചപ്പൊടിയാണ് ഉത്തമം. അത് പച്ചപ്പൊടിയുണ്ട്. അപ്പോൾ അതിനെ ഒരു പാന്തക്കോല് എന്ന് പറയും. പാന്തക്കോല് ഈ തെങ്ങിൻ്റെ അടിപ്പട്ട, അതിൻ്റെ പുറകുവശം സ്കെയില് പോലെ കീറിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു 1-1.5 അടി നീളത്തിലോ 2 അടിയിലോ നീളത്തിലോ മുറിച്ച് സ്കെയില് പോലെ ആയിട്ട് ഉഴിഞ്ഞ് കറക്റ്റാക്കിയിട്ട് അതിൽ അരിപ്പൊടി എടുത്തിട്ടാണ് കളം വരയ്ക്കുക. ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കുക. 4 ഭാഗം കൂട്ടിയിട്ട് ഒരു ചതുരത്തിനൊരു കട്ട മാതിരി. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വിട്ടിട്ട് സെൻറ്റർ വിട്ടിട്ട് 2 ഭാഗം, അതായത് ആ ചതുരത്തിൻ്റെ ഉള്ളിൽ 2 വര, ഇങ്ങനെ നീളനെ കുറുക്കനും അതേപോലെ തന്നെ 2 വര. അങ്ങനെ വരുമ്പോൾ അത് 9 അടിക്കായിരിക്കും. ആ 9 അടിയിൽ അതിന് വീണ്ടും വീതിയിൽ വീണ്ടും വരച്ച് ഡിസൈനൊക്കെ കൊടുക്കാം, ഭംഗിയൊക്കെ വരുത്താം. പഞ്ചവർണ്ണപ്പൊടി, അതുകൊണ്ട് ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, പച്ച ഏതാണെന്ന് വെച്ചാൽ അതുകൊണ്ടൊക്കെ അലങ്കരിക്കാം. അതുകൊണ്ടൊക്കെ നല്ല ഡിസൈനൊക്കെ കൊടുത്ത് നല്ല കളറൊക്കെ ആയിട്ടിരിക്കാം. എന്നിട്ട് ഈ 9 അടിക്ക് വെച്ചിട്ടുള്ളതായ ഈ കള്ളിയിൽ ഓരോ കഷ്ണം ഇലനറുക്ക് വെച്ചിട്ട്, ഇലനറുക്ക് എന്ന് പറയും, അതൊരു 2 ഇഞ്ച് 2-2.5 ഇഞ്ച് നീളം വീതിയിൽ, പ്രത്യേകിച്ച് അവിടെ ഇട്ടിരിക്കുന്ന കളത്തിൻ്റെ ഉള്ളിലത്തെ ആ വലിപ്പ വീതി അനുസരിച്ച്, നീളം വീതിനനുസരിച്ച് ഇല കഷ്ണം ചീന്തിയിട്ട് അത് കഷ്ണമാക്കിയിട്ട് 9 എണ്ണത്തിൽ വയ്ക്കുക. അരി നെല്ല് വയ്ക്കുക. എന്നിട്ട് നെല്ല് വറുത്ത് കുത്തിയ തവിട്, ആ തവിടാണ്, അല്ലാണ്ട് നെല്ല് പൊടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുത്തുന്ന തവിടല്ല, നെല്ല് വറുത്തിട്ട് അതുകൊണ്ട് കുത്തി ശരിയായി പൊടിച്ചിട്ടുള്ള തവിട്, ആ തവിട്. അതേപോലെ തന്നെ ഗുരുതി, മഞ്ഞൾ, ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ആ ഗുരുതി, അതിനെ ഗുരുതി എന്ന് പറയാം. ചിലവർ ഗുരുസി എന്നും പറയും ചില ഭാഗത്തേക്ക്. അപ്പോൾ ഗുരുതി, ആ ഗുരുതിയും കൂട്ടിയിട്ട്, അതേപോലെ തന്നെ കള്ള്, പനങ്കള്ളാണ് പറയാം, കള്ള്, അതേപോലെ ചാരായം, താവരം എന്നാണ് പറയുക, താവരം, അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇത്തിരി ബ്രാൻഡി അതൊക്കെ വെച്ചിട്ടാണ് കർമ്മം ചെയ്യുക. അപ്പോൾ ഈ കളത്തിൽ നമ്മൾ 9 അടിക്ക് കളട്ടുണ്ട് കരിങ്കുട്ടിക്ക്. അതേപോലെ തന്നെ ഒരു പന്തം കത്തിച്ച് വയ്ക്കുക അതിൻ്റെ അടുത്തായിട്ട്. ഇനി കരിങ്കുട്ടി മാത്രമുള്ളൂ വെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഗുരുമുത്തച്ഛൻ്റെ സാന്നിധ്യങ്ങളുണ്ട് വെച്ചെങ്കിൽ ഒരു 5 അടിക്കും കൂടി അപ്പുറത്തിടുക. അപ്പോൾ കരിങ്കുട്ടിക്ക് മാത്രമാവരുത്, അതിനെ കൊണ്ടുവന്ന ഉപാസനും ഗുരുമുത്തച്ഛനും അവിടെ കാണുക. അല്ലെങ്കിൽ ഒറ്റ നിറക്കോ വയ്ക്കുക. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ അരി നെല്ലും വെച്ച് തവിട് വെച്ച് ഒരു തിരി വെച്ച് കള്ള്, ബ്രാൻഡി, ഉരുതി ഇതുകൊണ്ടൊക്കെ പൂജിക്കുക. കരിങ്കുട്ടീനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് നിവേദിക്കുക. അത് നിവേദിച്ചു എന്നുള്ളത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സങ്കല്പിച്ച് അദ്ദേഹം അത് അനുഭവിച്ചു എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് സങ്കല്പിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുത്ത് കഴിക്കില്ല, പക്ഷെ നമ്മൾ കൊടുക്കണം എന്നാണ് അദ്ദേഹം കഴിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം കോഴിയുണ്ടെങ്കിൽ, ഇത് കഴിയുന്നതിൻ്റെ ഒപ്പം ഈ പൂജിച്ചിട്ട് കോഴിയുണ്ടെങ്കിൽ ആ കോഴീനെ ആ കളത്തിലിറക്കുക. ആ കളത്തിലിറക്കുക. കോഴീനെ കയ്യില്ലല്ലോ, കോഴിയുടെ കാല് കഴുകിയിട്ട് അത് കൊണ്ടുവന്ന് അതിന് അരി കൊടുത്ത് വെള്ളം കൊടുത്ത്, ആദ്യം അരി കൊടുക്കണം കേട്ടോ, എന്നിട്ട് വെള്ളം കൊടുക്കുക. കോഴിയുടെ കാല് കഴിക്കുക. അത് കഴിച്ചതിന് ശേഷം അവിടെ കരിങ്കുട്ടിക്ക് അവിടെ കർമ്മം ചെയ്യുക കളത്തിൽ. ചിലർ കരിങ്കുട്ടിയുടെ ആ ശിലേമേ വിഗ്രഹത്തുമേ ഒഴിക്കുകയൊക്കെ ചെയ്യും. ഒഴിച്ചുകൊണ്ട് തെറ്റില്ല, പക്ഷെ അത് അങ്ങനെ ഒലിച്ച് കറ പിടിച്ചിട്ട് തന്നെ കിടക്കരുത്. അപ്പോൾ അതിൽ നല്ലത് കളത്തിലേക്ക് ആക്കന്നെ. ഇനിയിപ്പോൾ കള ഇടണില്ല വെച്ചാൽ ഒരു ഇലയിലാണ്, നാക്കിലേലാണ് ഈ തവിടൊക്കെ വെച്ച് വെച്ചാലും കാര്യങ്ങൾ നടത്താം. അപ്പോൾ അതിലേക്ക് കർമ്മം ചെയ്യുക. ആ കർമ്മം ചെയ്തിട്ട് അപ്പോൾ കോഴീനെ വെട്ടി കർമ്മം ചെയ്തു, എല്ലാവരും സന്തോഷിപ്പിക്കുക. ആ സന്തോഷിപ്പിച്ച് എല്ലാവരും കർമ്മം കൊടുത്തതിന് ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെയ്ത കർമ്മത്തിന് ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നന്ദി പറയുക. അത് തുടർന്നും ഈ വീട്ടുകാർക്കും അതേപോലെ തന്നെ ധർമ്മദൈവങ്ങൾക്കും, പ്രത്യേകിച്ച് ധാര ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അവരുടെ കുടുംബത്തിനും നന്മകൾ വരണേ ഭഗവാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നിട്ട് അപ്പോൾ കർമ്മം പൂർത്തി ആവുകയാണ്. പിന്നെ
ആ പൂർത്തിയാകുമ്പോൾ അതിൽ തിരി കത്തിച്ച് വയ്ക്കുക, തിരി കടരുത്. എന്നിട്ട് ഈ ആ ഗുരുതി 2 കൈ കൊണ്ടും കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആ ഗുരുതിയിൽ നിന്ന് അതിലേക്ക് സമർപ്പിക്കുക. ഈ വെച്ചിരിക്കുന്ന ഉരുളിയോ മറ്റെന്താണെന്ന് വെച്ചെങ്കിൽ അതിൽ നിന്ന് 2 കൈ കൊണ്ട് ഗുരുതി എടുത്തിട്ട് ഈ കളത്തിലേക്ക് അങ്ങനെ ഒഴിക്കുക. അങ്ങനെ അവസാനമാകുമ്പോൾ ഈ ഉരുളിയോ അല്ലെങ്കിൽ പാത്രം കൊണ്ട് അങ്ങനെ ഡബറയോ എന്താവട്ടെ അതുകൊണ്ട് അങ്ങനെ കമഴ്ത്തുക. അങ്ങനെ കമഴ്ത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കർമ്മം അവസാനിച്ചു. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുക്കാവൂ കേട്ടോ. അത് ശരിക്കുമ്പോഴേക്കും എടുത്ത് ഓടരുത്. അപ്പം ഇത് വെച്ചിട്ട് കർമ്മം ചെയ്യാം. അങ്ങനെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥി കർമ്മം ചെയ്തു. എന്നിട്ട് ഈ പാത്രത്തിനെ അങ്ങനെ വെച്ച് പോകരുത്. ആ പാത്രത്തിന് നല്ലൊരു 2-3 തവണ മുട്ടുക. മുട്ടിയിട്ട് പാത്രം മലർത്തുക. മലർത്തിയതിന് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുക. കുറച്ച് പൂവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ കളം മായ്ക്കുക. കളം മായ്ക്കണം. കളം മായ്ച്ചിട്ട് കളട്ടാൾ തന്നെ വരുന്ന സമയത്ത് കളം മായ്ക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ല ഒരവസ്ഥ വരുന്നത്. കളം മായ്ച്ചിട്ട് ചിലപ്പോൾ ഇതിൽ കളട്ടുണ്ടെങ്കിലും ഇവിടെ ഉള്ള ആള് അപ്പം അങ്ങനെ കർമ്മം ചെയ്തിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ രക്ഷാധികാരിയായിട്ടും സ്ഥലദേവതയായിട്ടും ദേവതയായിട്ടും അല്ലെങ്കിൽ ചിലവരൊക്കെ കാളീനൊക്കെ വയ്ക്കുക, എങ്കിലും ചാത്തനെ കരിങ്കുട്ടീനെ വെച്ച് ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരം അറിവ് പലവർക്കും ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആരാണ് കരിങ്കുട്ടിയെന്നോ ഒന്നും അറിയില്ല. അപ്പം എങ്കിലും കേട്ട ആ അറിവുകൊണ്ട് ചിലവർ എന്താണ് കേൾക്കണമെങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ ശരി. അപ്പോൾ കരിങ്കുട്ടിയുടെ അമ്മ ഇന്നതാണ്, ആളുടെ ചരിത്രം ഇന്നതാണ്. അപ്പോൾ ആ കരിങ്കുട്ടീനെ വീട്ടിലുള്ളവരൊക്കെ കൃത്യമായിട്ട് പൂജിക്കുക, ആചരിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആ കുടുംബനാലാമയിടത്ത് നഷ്ടപ്പെട്ടുള്ളതായ പല ദുരിതങ്ങളും മാറി അവർക്ക് നല്ല ഐശ്വര്യം അനുഗ്രഹങ്ങളും ഒക്കെ ഭഗവാൻ കരിങ്കുട്ടി തന്നെ ഉണ്ടാക്കി തരും. അത് അവരുടെ വീട്ടിലിരിക്കുന്ന അവരുടെയാണ്. ആ വീട്ടിലിരിക്കുന്ന കരിങ്കുട്ടി അത് അവരുടെ മാത്രമാണ്. ലോകം മുഴുവനുണ്ടെങ്കിലും ശരി, അവരുടെ ഗുരുമുത്തച്ഛനായിട്ട് കൊണ്ട് അവിടെ വെച്ച് ആരാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ആ വീട്ടുകാരുടെ എണ്ണ കരിങ്കുട്ടി. ഇപ്പുറത്ത് ഉണ്ട് വെച്ചെങ്കിൽ അത് ആ വീട്ടുകാരുടെ ഗുരുക്കന്മാരും അവരുടെ സമ്പ്രദായം വേറെ, ഇവിടുത്തെ സമ്പ്രദായം ആചാരങ്ങളും വേറെയാണ്. അപ്പം അതുകൊണ്ട് ഇതിനോട് കൂടിയിട്ട് നിൽക്കുക. ഇത് അങ്ങോട്ട് വരില്ല, എടുത്താൽ മാത്രമേ തന്നെ വരുള്ളൂ. അപ്പോൾ ഈ കരിങ്കുട്ടി അതുമാതിരി മറ്റുള്ള മൂർത്തികളുണ്ട് വെച്ചെങ്കിൽ അവർക്ക് കൂടി ചേർത്ത് ചെയ്യുക. അല്ല കരിങ്കുട്ടി മാത്രമുള്ള വെച്ചെങ്കിൽ കരിങ്കുട്ടിക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക. കള്ളും തവിടും വയ്ക്കുക, ഗുരുതി വയ്ക്കുക, ഇതോടുകൂടി അങ്ങനെ ആചരിക്കുക. അപ്പോൾ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ 100% ഉണ്ടാവട്ടെ. ഇങ്ങനെ ആചരിക്കാത്തവർ അതിന് കൃത്യമായിട്ട് ആചരിക്കുക. ഭഗവാൻ കരിങ്കുട്ടി എന്ന് പറയുന്നത് ചില്ലറല്ല, അതിന് അതിൻ്റേതായ നല്ല ശക്തിയുണ്ട്. അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.